വെടിവെപ്പ് ഉണ്ടായ ഒരുപാട്, അതായത് അന്ന് ആ വെടിവെപ്പിൽ ബുള്ളറ്റുകൾ തുളച്ചു കയറിയ ചുമരുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഏതാണ്ട് 106 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ പാടുകൾ അവിടെ നിൽക്കുന്നു. അത് കൃത്യം മാർക്ക് ചെയ്ത് നമ്മൾ പല സ്ഥലത്തും കാണാൻ പറ്റും. നമ്മളിവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. ആദ്യം കണ്ടതൊരു പാമ്പിനെയാണ്. ഗുഡ് മോർണിംഗ് പഞ്ചാബ്. നമ്മളിപ്പോൾ പഞ്ചാബിൻ്റെ ആത്മീയ നഗരത്തിലാണ്, അമൃത്സറിൽ. ഇതൊരു പാലത്തിൻ്റെ അടിഭാഗമാണ്. ഇവിടെ കൂടുതലും വണ്ടികളുടെ വർക്ക്ഷോപ്പുകളും മെക്കാനിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ. രാവിലത്തെ പഞ്ചാബിൻ്റെ തിരക്കുകൾ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ സൈക്കിൾ റിക്ഷ. അപ്പോൾ ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ജാലിയൻ വാല ബാഗ്, അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് അതിന് ഊർജം പകർന്ന ഒരു ചരിത്ര സ്മാരകമാണ് ജാലിയൻ വാല ബാഗ്. ഒരു കൂട്ടക്കൊലയുടെ ഒരു സ്മാരകമാണത്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഈ റോഡൊക്കെ ഫില്ലാവും. അതുപോലെ ട്രാഫിക്കാണ് ഇവിടെ. റിക്ഷകളാണ് ഈ റോഡുകളിൽ കൂടുതലും ഉള്ളത്. പഞ്ചാബ് നഗരത്തിൻ്റെ യഥാർത്ഥ ട്രാഫിക് തുടങ്ങി. ട്രാഫിക്കും അതിൻ്റെ ഇടയ്ക്ക് ഹോണടി. ആഹാ, ഇതുപോലത്തെ റിക്ഷകളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ കൂടുതലും പണി സാധനങ്ങളാണ്. മമ്മട്ടി, അതുപോലത്തെ തൂമ്പ, വാസത്തി, അതിനുള്ളൊരു സ്ട്രീറ്റാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതാവാ. एंट्रेंस ओके. इधर से जाओ, वो गली है सामने. ओके, वो गली में राइट हो जाओ. ओके ओके. ഞാനിപ്പോൾ ഉള്ളത് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏടുകളിലൊന്നാണ് ഇവിടെ ജാലിയൻ വാലാബാഗ് കൂട്ട കൊലപാതകം. റൗലറ്റ് ആക്ടിനെതിരെ നടന്നൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ തടിച്ചു കൂടിയത്. അവർക്ക് നേരെയാണ് ഒരു പ്രകോപനമില്ലാതെ ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തത്. അതായത് ഇവിടെ കൂട്ട വെടിവെപ്പ് നടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തോട്ടുള്ള എല്ലാ, അതായത് എക്സിറ്റ് ഡോറുകൾ അടച്ചിട്ടതിന് ശേഷമാണ് അവർ ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം, കൂട്ടക്കൊലപാതകം നടത്തിയത്. അന്ന് ഏകദേശം ഒരു 20,000-ഓളം ആൾക്കാർ ഇവിടെ തടിച്ചുകൂടി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 1000-ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും ഏകദേശം ഒരു 1500-ന് മുകളിൽ ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് വെടിവെപ്പ് നടന്ന, അല്ലെങ്കിൽ ആ വെടിവെപ്പ് ഉണ്ടായ ഒരുപാട്, അതായത് അന്ന് ആ വെടിവെപ്പിൽ ബുള്ളറ്റുകൾ തുളച്ചു കയറിയ ചുമരുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഏതാണ്ട് 106 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ
പാടുകൾ അവിടെ നിൽക്കുന്നു. അത് കൃത്യം മാർക്ക് ചെയ്ത് നമ്മൾ പല സ്ഥലത്തും കാണാൻ പറ്റും. ആ ചുമരുകളാണ് ഇന്നിവിടെ ഇതിൻ്റെ ബൗണ്ടറി വാളായിട്ട് നിൽക്കുന്നത്. കുറേ ഭാഗം വളരെ വിശാലമായിട്ടുള്ളൊരു ഒരു ഒരു മൈതാനം പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. सिर्फ 10 मिनटों ਵਿੱਚ ਹੀ 1650 ज़्यादा टाइम नहीं. थैंक यू. നമ്മളോട് പാർക്കിംഗ് ഫീ മേടിച്ചില്ല. अंदर जाने नहीं देंगे. हाय, कहाँ जाना? अभी मैं दिल्ली है. वो तो मुझे जमा है. वहाँ आगे जाके ना. हाँ हाँ वो ब्लैक बोर्ड है. वो आदमी खड़ा है वो तो. हाँ 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 वो उधर जमा था. इधर के चलेगा. हाँ यहाँ. ओके ओके थैंक यू. हाय. कैमरा है ना. हाँ 360 कैमरा है. हाँ 360 कैमरा है. ओके ओके ओके. हाँ भाई. रात रुकने के लिए होटल. ഓക്കെ. ഈ ഭാഗം കൂടുതലും വുഡൻ, അതായത് തടി കൊണ്ടുള്ള കലാപരിപാടികളാണ് ഇവിടെ കൂടുതലുള്ളത്. വുഡൻ ചട്ടുകം, തവി, അതേപോലെ തൂമ്പപ്പിടി, തടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. നമ്മളങ്ങനെ പഞ്ചാബിൻ്റെ ആത്മീയ നഗരത്തിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റായി അല്ലേ. ഹോളി സിറ്റി, സിഖ് മതക്കാരുടെ ഹോളി സിറ്റി. നമ്മളവിടെ നിന്ന് എക്സിറ്റായി. നമ്മളുടെ മുമ്പിൽ ഇനിയുള്ള ദൂരം ഏതാണ്ട് 500 കിലോമീറ്ററിന് മുകളിലാണ്. അതായത് നമ്മളിന്ന് പോകുന്നത് ഡൽഹിയിലോട്ടാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് പഞ്ചാബിൻ്റെ മധ്യഭാഗത്തോടെ, അതായത് നടുക്കോടെ, ഹരിയാനയുടെ നടുക്കോടെ നേരെ ഡൽഹിയിലോട്ട്. ഏതാണ്ട് 500 കിലോമീറ്റർ മുകളിലാണ് നമുക്ക് ദൂരം കാണിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നത് 11:30 ആയിട്ടുണ്ട്. ഓ, പുറകിൽ എന്തൊക്കെയോ വലിയ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ്ടൊക്കെയോ ലൂസായി പോയി. ബാഗുണ്ടോന്ന് നോക്കി. ബാഗുണ്ട്. നല്ല പണിത് കുട്ടപ്പനാക്കിയ വണ്ടി. എനിക്ക് എൻ്റെ ബീറ്റ് തന്നെ കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനത്തെ പണിത വണ്ടികൾ ഞാൻ ശ്രദ്ധിക്കും. ഒരു വലിയ സംഘം പോത്തുകൾ റോഡ് ക്രോസ് ചെയ്യുന്നു. വളരെ വിശാലമായിട്ടുള്ള പാടങ്ങൾ ഇവിടെ കൊയ്യാറായതാന്ന് തോന്നുന്നു. ആ ഒരു ഗോൾഡൻ കളർ, ആ ബ്രൗൺ കളർ കണ്ട് ഇവിടെ നല്ല ഡാർക്ക് പച്ചയുണ്ട്.
പേരൊന്നും അറിയത്തില്ലല്ലോ. ഏകദേശം ഒരു 150 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ആ യാത്ര അത്രയും ദൂരം യാത്ര ചെയ്തതെല്ലാം ഇതേപോലെ വയലുകളാണ്, യാതൊരു മാറ്റമില്ല, സെയിം. ഇടയ്ക്ക് കുറച്ച് പട്ടണങ്ങൾ വരും, ഇടയ്ക്ക് കുറച്ച് വില്ലേജുകൾ വരും. അവരുടെ കെട്ടിടങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം ഇതേപോലെ പാടങ്ങളാണ്. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നു 2-2:30 ആയിട്ടുണ്ടാവും. 3:30 ആയിട്ടുണ്ട്. 3:30. ഇത് സബ്വേ ആണ്. ഞാനിന്നൊന്നും കഴിച്ചില്ല. ഒരു കോഫി, ഒരു സാൻഡ്വിച്ച്. നമുക്കിനി ഹരിയാനയിൽ എത്തണതിൽ ഏറെക്കുറെ ഒരു 150 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള വഴിയാണെങ്കിൽ, എന്തൊരു തണുപ്പാന്നറിയില്ല പോകുമ്പോൾ. ഈ സൈഡിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ടാവും. ഈ ഇരുവശത്തും നല്ല വെയിലാണ്. പക്ഷേ ഈ മരം നിൽക്കുന്നതുകൊണ്ട് നല്ല തണലും നല്ല തണുപ്പും ഇതാ പോകാൻ. എനിക്ക് എട്ടതോറും ഇങ്ങനെ നിൽക്കുകയാണ് മരം. ആ മാരുതിക്കാരനെ ഒരു ചെറിയ പിക്കപ്പാക്കി മാറ്റിയിട്ടുണ്ട്. കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡൽഹിയിലേക്ക്. പേരറിയാത്ത ഒരു അങ്ങാടിയിലോട്ട് വന്നു. ഇത് പഞ്ചാബാണോ ഹരിയാനയാണോ? ഒറ്റ ചോദ്യമുള്ളൂ. അത് വളഞ്ഞു പോയി. കേട്ടോ, ഇത് മൊത്തം ഗുഡ്സ് വണ്ടികളാണ് ഇവിടെ സ്റ്റക്കായി. വഴിയുണ്ടോ? അതങ്ങോട്ട് മൊത്തം ബ്ലോക്കാണ്. ഓ,
എന്തോ പ്രതിഷേധ പരിപാടിയാണ്. ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെയും കുറച്ച് വണ്ടി സ്റ്റക്കായി. എനിക്ക് തോന്നുന്നു അവിടെയും ഇതുപോലെ എന്തോ പ്രതിഷേധ പരിപാടി ആയിരിക്കാം. നമ്മൾ ഓടി ഓടി അവിടെ എത്തി. हरियाणा साइड है, हरियाणा हरियाणा नदवाना हरियाणा. ഓക്കെ ഓക്കെ. യെസ്, നമ്മളങ്ങനെ ഹരിയാനയിൽ എത്തിയിട്ടുണ്ട്. മണിയായിട്ടുണ്ട്. നമ്മളിപ്പം യാത്രയുടെ പകുതി ദൂരം പിന്നിട്ടു. നമ്മളിപ്പോൾ ഹരിയാനയിലാണുള്ളത്. ഇനിയും ഡൽഹിയിലോട്ട് ഏകദേശം ഒരു 200 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. സൂര്യൻ അവിടെ അസ്തമിക്കുന്നു. ഗുഡ്സ് വണ്ടികൾ ഹരിയാനയിലെ ഒരു സായാഹ്നമാണ്. വൈകുന്നേരത്തെ കാഴ്ചയാണ്. ഒരു കുളത്തിലോട്ട്, ഇത് വലിയ കുളമാണ്, സ്റ്റെപ്പുകളൊക്കെ ഉള്ള വലിയൊരു കുളം. അതിനകത്ത് പോത്തുകൾ അഴിച്ചു വിട്ട് വെക്കുക. കുറേ എണ്ണം വെള്ളത്തിൽ കിടപ്പുണ്ട്. വെള്ളത്തിൽ കിടന്നായിരുന്നു. കുറേ എണ്ണത്തിനെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു. ഇവിടെയുണ്ട് കുറേ. नाम क्या आपका? नाम क्या? नाम नाम प्रज्वल. प्रज्वल. इधर क्या है? इधर काम क्या है? इधर कितना कितना कितना? 4 है. 4 है पूरा. एक कितना नंबर है ना? हाँ 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 ओके. ഹരിയാനയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നാണ്. ചാർലി ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹുക്ക വലിക്കാനുള്ള പരിപാടിയാണ്. मेरा नाम लिए और छोमा और उसकी माई की पूजी को है कोई उन्होंने तक कांग जो जले के खाना देखिए आग या ഒരു പാമ്പുണ്ട്. നമ്മളിവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. ആദ്യം കണ്ടതൊരു പാമ്പിനെയാണ്. ഇവിടെ ആൾത്താമസം ഉണ്ടോ?
ഇതെന്തോ വളത്തിൻ്റെ ഗോഡൗണാണ്.